ഈ വീഡിയോയിൽ കുറേ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. അതിൽ ഇസ്രായേൽ, ഗാസ, അതുപോലെ ഹമാസ് ബന്ദികളെ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. മുഴുവൻ ബന്ദികളെയും റിലീസ് ചെയ്തിരിക്കുകയാണ്. ബാക്കി ജീവനോടുള്ള ആൾക്കാരെല്ലാം റിലീസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് രാവിലെ തന്നെ 7 പേരെ ആദ്യം റിലീസ് ചെയ്ത്, പിന്നെ ഒരു 6 പേര്, പിന്നെ ഒരു 7 പേര്, അങ്ങനെ 2 സെക്ഷനായിട്ടാണ്. ഒരു സെക്ഷനിൽ 7 പേരെ വിട്ടു, രണ്ടാമത്തെ സെക്ഷനിൽ 6ഉം 7ഉമായിട്ട് 13 പേര്, അങ്ങനെ രണ്ടാമത്തെ സെക്ഷനിൽ 13 പേരെ റിലീസ് ചെയ്തു. ഇത് 3-4 സ്ഥലങ്ങളിലായിട്ടാണ് ഇവരെ റെഡ് ക്രോസിന് കൈമാറിയത്. റെഡ് ക്രോസിൽ നിന്നും ഡയറക്റ്റായിട്ട് തന്നെ ഇവർ ഇസ്രായേലിൻ്റെ IDFന്റെ കയ്യിലേക്ക് കൈമാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ എന്നാലും അവിടെ ക്രൗഡ് ഗ്യാതറിംഗ് ഉണ്ടായിരുന്നു, ക്രൗഡ് കൂട്ടമുണ്ടായിരുന്നു. പക്ഷേ അത് ഹമാസിനെ കൊണ്ട് തടയാൻ പറ്റുന്ന പരിപാടിയല്ല ഈ പൊതുജനങ്ങളെ മാറ്റി നിർത്തുക എന്നുള്ളത്. അത് നടക്കുന്ന കാര്യമല്ല, കാരണം ഒരു ചെറിയ സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും ബന്ദിമോചനം നടന്നിട്ടുണ്ട് സക്സസ്ഫുള്ളി. അപ്പോൾ ഇത് വളരെയധികം നല്ല കാര്യമാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇസ്രായേലിൻ്റെ പോസിറ്റീവ് സൈഡും ഹമാസിൻ്റെ നെഗറ്റീവ് സൈഡും നമുക്ക് നോക്കാം. ഹമാസ് ഇപ്പം വീക്കാകാണ്. ഇപ്പോൾ ഫുൾ ഈ 20 ബന്ദി, അപ്പം കയ്യിലുണ്ടായിരുന്ന ബന്ദികളെ, അതാണ് അവരുടെ ഒരു അസറ്റ്. ഇത്ര നാൾ വിലപേശൽ നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു അസറ്റ് അവർ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. എന്നാൽ IDF ഗാസയിൽ നിന്നും പിന്മാറിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ IDF ഗാസയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്, പക്ഷേ 69% സ്ഥലം ഇപ്പോഴും ഏതാണ്ട് 60% സ്ഥലം ഗാസയുടെ ഉള്ളിൽ ഇസ്രായേലിൻ്റെ കൺട്രോളിലാണ്. അതാണ് ഇപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇതിനെ തുടർന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ പോർഷൻ മാത്രമാണ്, ഒരു 40% താഴെയുള്ള സ്ഥലം മാത്രമാണ് ഇപ്പോൾ ഗാസ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിരിക്കുന്നത്. അവിടെയാണ് ഹമാസ് ആ ഒരു കടൽ തീരത്തൂടെ കിടക്കുന്ന ആ ഒരു സ്ട്രീറ്റ് റോഡിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഈ ഒരു പിക്കപ്പ് ട്രക്കുകൾ വെച്ചിട്ട് രാവിലെയും വൈകിട്ടും 3 നേരവും ഇങ്ങനെ സർക്കിട്ട് അടിക്കുന്നത്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞാൽ ഫഫോ എന്നറിയപ്പെടുന്ന സാലിഖ് അൽ സഫ്രാവി എന്നാണ് ഈ വ്യക്തിയുടെ പേര്. ഈ വ്യക്തി ടിക്ടോക്കിൽ ഭയങ്കര ഫേമസ് ആണ്. ഏതാണ്ട് 10 മില്യണോളം പൈസ ഗാസയ്ക്ക് വേണ്ടിയിട്ട് ഫണ്ട് ഓൺലൈനിലൂടെ സ്വരൂപിച്ച് ഗാസ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. ഗാസ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അത്രമേൽ അവരുടെ ജന്മനാട് അങ്ങനെ തന്നെയാണ്. ഗാസയിൽ എന്ത് സംഭവിച്ചാലും, ഇസ്രായേൽ എവിടെയെങ്കിലും ബോംബിട്ടാലും, അതേപോലെ ഏതെങ്കിലും കൊച്ചുകുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെയും, അതേപോലെ ഹോസ്പിറ്റൽ കേസുകൾ, ഇതെല്ലാം തന്നെ വീഡിയോയിലൂടെ എടുത്ത് പുറം ലോകത്ത് അറിയിക്കുന്ന ഒരു മീഡിയ എന്നുള്ള നിലയിൽ തന്നെയാണ് സ്വന്തം സോഷ്യൽ മീഡിയ പേജ് ആയിട്ടുള്ള ടിക്ടോക്ക് അത്രമാത്രം പുള്ളി ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഒരു മീഡിയ പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം. ഈ വ്യക്തിയെ ഇസ്രായേലിന്റെ ട്രൂപ്പ് പുറത്തോട്ട് ഇറങ്ങിയതിന് ശേഷം കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ പുള്ളിയെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ അല്ല കൊലപ്പെടുത്തിയത്, ഇത് ഹമാസിനോടൊപ്പം ചേർന്ന് വേറൊരു ടീമുണ്ട്. അവിടെ ഫത്തേ പാർട്ടിയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ, ഈ ഹമാസിനെ എതിർത്തുകൊണ്ട്, ഡാഗ്മാഷ് ഗ്രൂപ്പ് എന്നാണ്. ഈ ഡാഗ്മാഷ് ഗ്രൂപ്പും ഈ ഹമാസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പുണ്ടായിരുന്നു. അപ്പം അങ്ങനെ തെരുവിലിട്ടൊക്കെ ഒരു പാലസ്തീനയുടെ മുട്ടിലേക്ക് വെടിവെക്കുന്നുണ്ട് ഈ ഹമാസിൽപ്പെട്ട ആൾക്കാർ. ആ വീഡിയോ ഞാൻ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഷെയർ ചെയ്യാം. ആ രീതിയിൽ അതിക്രൂരമായിട്ട്, അതായത് ഇസ്രായേലിന്റെ IDF ഗാസയിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം അതിക്രൂരമായ നിലയിൽ, അത് ഹമാസിന് ഡൗട്ട്ഫുൾ എന്ന് തോന്നുന്ന ആൾക്കാരെയൊക്കെ, സിവിലിയൻസിനെ അവർ ഉപദ്രവിക്കുന്ന രംഗങ്ങളാണ് മൊത്തത്തിൽ കാണാൻ കഴിഞ്ഞത്. അപ്പം അങ്ങനെ ഈ 2 ഗ്രൂപ്പുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന വെടിവെപ്പിൽ ഈ അൽസഫ്രാവിക്കും വെടിയേറ്റു, ഇയാൾ കൊല്ലപ്പെട്ടു. അതാണ് ഇതിനകത്ത് നടന്നത്. അപ്പോൾ ഇതിന് കാരണമായി തീർന്നത് ഈ ഡാഗ്മാഷ് ഗ്രൂപ്പ് ശരിക്കും ഹമാസിൽപ്പെട്ട ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇയാൾക്ക് വെടിയേറ്റത്. ആ ടാർഗറ്റ് ചെയ്യപ്പെട്ട വ്യക്തി ഇയാളുടെ സുഹൃത്തായിരുന്നു. ഇയാളുടെ സുഹൃത്ത് ഇയാളെ കണ്ടു, ഈ ഒരു വെടിനിർത്തലൊക്കെ വന്നപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇയാളെ വന്ന് കാണുകയും കെട്ടിപ്പിടിക്കും. ഇയാളൊരു സോഷ്യൽ മീഡിയ ഫേമല്ലേ, ഒരു ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ അങ്ങനെ അയാൾ ടാർഗറ്റ് ചെയ്ത സമയത്താണ് ഇയാളും അതിൻ്റെ ഇടയ്ക്ക് പെട്ടത്. അപ്പോൾ എന്തായാലും ഇയാൾ വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറയുന്നത്. കാരണം പലപ്പോഴും നമ്മൾ ഈ വാർത്തയ്ക്ക് വേണ്ടിയിട്ട് 2 സൈഡിലുമുള്ള ആ ഒരു ഫാക്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇയാളുടെ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് തവണ റെഫർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ എടുത്ത് പറയുന്നത്. കാരണം ഈ കുട്ടികൾ പട്ടിണി കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഇത് യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഗാസയിലുള്ള ആൾക്കാരുടെ വീഡിയോസൊക്കെ നമ്മൾ പോയി പരതി നോക്കാറുണ്ട്. കാരണം നമ്മൾ പറയുമ്പോൾ ഫാക്ട് പറയണമല്ലോ, അതുകൊണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് വീഡിയോ ഇയാളുടെയൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അയാൾ ഇപ്പോൾ 2 വർഷം അവിടെ യുദ്ധം നടന്നിട്ടും ഒരു രീതിയിൽ ഒരു പോരൽ പോലും ഏൽക്കാതെ പ്രസിന്റെ ഒരു ജാക്കറ്റ് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ സ്വന്തം നാട്ടുകാർ തന്നെ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. പിന്നെ ഇത്തവണ നോ സെലിബ്രേഷൻ ഒന്നുമില്ല. ട്രംപ് ഇസ്രായേലിന്റെ പാർലമെന്റ് അഥവാ ഇസ്രായേലിന്റെ നെസറ്റ് അഥവാ കെനസറ്റ് എന്ന് വിളിക്കുന്ന ആ ഒരു സംവിധാനത്തിൽ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പാർലമെന്റിൽ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Mr. President, why don't you give him a pardon? Give him a pardon. Come on. By the way, that was not in the speech, as you probably know.
But I happen to like this gentleman right over here, and it just seems to make so much sense. You know, whether we like it or not, this has been one of the greatest wartime presidents. This has been one of the greatest wartime presidents. And cigars and champagne, who the hell cares about that? I want to express my gratitude to a man of exceptional courage and patriotism, whose partnership did so much to make this momentous day possible. You know who I'm talking about. There's only one. Prime Minister Benjamin Netanyahu. Bibi, please stand up. And he is not easy, I want to tell you. He's not the easiest guy to deal with. But that's what makes him great. That's what makes him great. അത് കഴിഞ്ഞിട്ട് ഈജിപ്തിലേക്ക് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അന്ന് ഇറങ്ങിയ പാട് തന്നെ ജറാദ് കുഷ്ണർ, ട്രംപിന്റെ മരുമകൻ, അതുപോലെ ട്രംപിന്റെ മകൾ, അതുപോലെ സ്റ്റീവ് വിറ്റ്കോഫ്, 3 പേരുണ്ടായിരുന്നു. പിന്നെ ഇസ്രായേൽ പാലസ്തീനിയൻ പ്രിസണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇതിൽ 250 പേര് ജീവപര്യന്തം തടവ് എന്ന് പറഞ്ഞാൽ അവർ ലൈഫ് ടൈം പ്രിസണേഴ്സ് ആണ്. അവരെ ഒരിക്കലും റിലീസ് ചെയ്യത്തില്ല ഇസ്രായേൽ. അവർക്ക് അവസാനം വരെ ഇസ്രായേൽ അവരെ തീറ്റിപ്പോറ്റും. കാരണം അവർ അത്രമാത്രം ഡേഞ്ചറാണ്. അങ്ങനത്തെ ഡേഞ്ചർ സോണിലുള്ള ആൾക്കാരായിട്ടുള്ള 250 ആൾക്കാരെ പുറത്തു വിട്ടിട്ടുണ്ട്. റിലീസ് 1950 പേരെ ഇസ്രായേൽ റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് 2000 എന്ന് നമുക്ക് കരുതാം. വാർത്തകളെല്ലാം 2000 എന്ന് തന്നെയാണ് വരുന്നത്. പക്ഷേ എക്സാക്ട് ഫിഗർ 1950. അപ്പോൾ ഇവരെ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ റെഡ് ക്രോസുമായിട്ട് ഇപ്പോൾ ഡിസ്കഷൻ നടത്തി ഈ ആൾക്കാരെയൊക്കെ ഇപ്പോൾ ഹാൻഡ് ഓവർ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു സൈഡിൽ നടക്കുന്നുണ്ട് തകൃതിയായിട്ട്. ഹമാസ് ഭരിച്ചുകൊണ്ടിരുന്ന ഗാസയ്ക്കുള്ളിലും ഇപ്പോൾ പാലസ്തീനിയൻ ഫ്ലാഗ് ഇപ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇത്രയും നാളും വെറും പച്ച കളർ കൊടി മാത്രമാണ് അവർ പ്രൊമോട്ട് ചെയ്തിരുന്നത്, ഹമാസിൻ്റെ കൊടി. പക്ഷെ ഇപ്പം പാലസ്തീൻ എന്ന് പറഞ്ഞ ആ ഒരു കൊടി, പാലസ്തീൻ എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റിന്റെ ഫ്ലാഗും കൂടി ഇപ്പം ഗാസയ്ക്കുള്ളിൽ തകൃതിയായിട്ട് പറപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ അവരുടേതായിട്ടുള്ള ഒരു ടാക്ടിക്സ് ആണ്. ശരിക്കും അവർ പാലസ്തീനിയൻ അതോറിറ്റിക്ക് ഈ ഒരു ഭരണം കൈമാറാം എന്നാണ് ഹമാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ആയുധം താഴെ വെക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലപ്പോഴായിട്ട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ആയുധം താഴെ വയ്ക്കാനൊന്നും കഴിയില്ല. കാരണം അത്രമാത്രം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അതോടൊപ്പം ഗാസയിൽ ഇപ്പോൾ കൺട്രോൾ എടുത്തിരിക്കുന്ന ഈ ഹമാസ് പോരാളികൾ എന്ന് വിളിക്കുന്ന ഈ ആൾക്കാരില്ലേ, ഇവരെ പാലസ്തീനിയൻ അതോറിറ്റിയിൽ, പാലസ്തീനിയൻ സെക്യൂരിറ്റി ഫോഴ്സിൽ ലയിപ്പിക്കണം എന്നാണ് പറയുന്നത്. അതായത് പാലസ്തീനിയൻ അതോറിറ്റിയിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇവർ ഗാസയിൽ തന്നെ തുടരും. ഇപ്പൊ എങ്ങനെയാണോ ഹമാസിന്റെ ലേബലിൽ തുടരുന്നത്, അതേപോലെ പാലസ്തീനിയൻ അതോറിറ്റിയുടെ ലേബലിൽ അതിന്റെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ എന്നുള്ള പേരിൽ ഇവർ തുടരും. അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ ലിറ്ററലി ഈ ബന്ദിമോചനം നടന്നു, അത്രേ നമുക്ക് പറയാൻ പറ്റൂ. ഇതിന്റെ ഫർദർ ആയിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളെല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. അതിന് കണ്ടു തന്നെ അറിയണം. അപ്പം ഈ 60% സ്ഥലം IDF പിടിച്ചു വെച്ചിരിക്കുന്നത് അതിന് എത്ര കാലത്തേക്ക് തുടരും എന്നുള്ളതിലാണ് ഇപ്പം ഏറ്റവും വലിയൊരു ചോദ്യം ഇരിക്കുന്നത്. കാരണം ഇതിന് മുമ്പോട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ 20 പോയിന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പോയിന്റിലുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പോയിന്റിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഹമാസിനെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ഇതിനകത്ത്. അതിന് ഹമാസ് വഴങ്ങുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്കറിയാത്തത്. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, IDF പുറത്തിറങ്ങിയ പാടെ ഇവരെല്ലാവരും യൂണിഫോം ധരിച്ച് ഇങ്ങനെ വന്നു. ഇവരൊക്കെ എവിടെ ഉണ്ടായിരുന്നു? ഇവരെല്ലാവരും മാളത്തിലാണോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം മെജോറിറ്റി മാളങ്ങളെല്ലാം തന്നെ തച്ച് തകർത്തിട്ടുണ്ട്. ഇനി തുച്ഛമായ മാളങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. കാരണം ഗാസ മൊത്തത്തിൽ തന്നെ അത്രയേ ഉള്ളൂ. അവർ ലെങ്ത്തും വിട്ടും വളരെ ചെറുതാണ്, ഒരു ചെറിയ സ്ട്രിപ്പാണ്. അപ്പൊ അതിൽ ഇവരെല്ലാവരും തന്നെ ഇവരുടെ യൂണിഫോം എല്ലാം മാറ്റിയിട്ട് ഇവർ സാധാരണക്കാരോടൊപ്പം സാധാരണക്കാരായി തന്നെ സിവിൽ ഡ്രസ്സിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞിരുന്ന് നടന്നു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇസ്രായേലിന്റെ ട്രൂപ്പ് വെളിയിൽ പോയ ഉടനെ ഇവർ പോയി പെട്ടെന്ന് യൂണിഫോം എടുത്തിട്ട് ഇവർ ഹമാസുകാരായി മാറി അത് നിൽക്കുകയാണ്. അപ്പൊ ഇവര് സാധാരണയായിട്ട് ഈ സിവിലിയൻസിനെ നോർത്തിൽ നിന്നും സെൻട്രൽ ഗാസയിലേക്ക് മാറ്റുന്നു, സെൻട്രൽ ഗാസയിൽ നിന്നും സൗത്തിലേക്ക് മാറ്റുന്നു, സൗത്തിൽ നിന്നും ഫാർ സൗത്തിലേക്ക് മാറ്റുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ ഹമാസ് ഇതേപോലെ സിവിൽ ഡ്രസ്സിൽ ആ ജനങ്ങളായിട്ട് ഇവരും അങ്ങ് എവാക്യുവേറ്റ് ചെയ്ത് മാറി മാറി വരികയായിരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് ഭൂരിഭാഗം ആൾക്കാരും ഹമാസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഇതാണ് ഇസ്രായേൽ നേരിടുന്ന വെല്ലുവിളി. ഈ സിവിലിയൻസിന്റെ കാഷ്വാലിറ്റി ഉണ്ടാകുന്നു പറഞ്ഞാൽ സിവിലിയൻസിന്റെ കാഷ്വാലിറ്റി ഉണ്ടാകും. ഇങ്ങനെയാണ് ഹമാസ് ജീവിക്കുന്നത്. സിവിലിയൻസിനെ മറയാക്കിക്കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് കാഷ്വാലിറ്റി ഉണ്ടാവാതിരിക്കുക? അപ്പൊ ഇതാണ് ഫാക്ട്. ട്രംപ് ഈജിപ്തിലേക്ക് പോകുന്ന പ്ലാനിൽ ഭയങ്കരമായിട്ട് ചിന്തിച്ച് ആലോചിച്ച് ഭയങ്കരമായിട്ട് മെനയേണ്ട ആവശ്യമൊന്നുമില്ല. ട്രംപ് എന്തോ ഭയങ്കരമായിട്ടുള്ള മാസ്റ്റർ പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുന്നുള്ള അങ്ങനെയൊന്നുമില്ല. ഈ ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അത് അബ്രഹാം അക്കോർഡ് നിലവിൽ വന്ന സമയം തൊട്ട് തന്നെ ഉണ്ട്. ഭൂരിഭാഗം അറബ് രാജ്യങ്ങളും ഇസ്രായേലുമായിട്ട് സഹകരിച്ച് ഓൾറെഡി പ്രവർത്തിക്കുന്നുണ്ട്. അവരുമായിട്ട് നല്ല രീതിയിലുള്ള കച്ചവടങ്ങളുണ്ട്, വ്യാപാര ബന്ധമുണ്ട്, $1 ബില്യൺ കണക്കിലുള്ള ബിസിനസ്സുകളൊക്കെ നടത്തുന്ന അറബ് രാജ്യങ്ങളുണ്ട്. ഒരു പ്രത്യേക പീസ് സബ്മിറ്റ് ഈ 20 പോയിന്റുകളും നെഗോഷിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, ഈ ബന്ദിമോചനം നടക്കുന്ന അവസരത്തിൽ തന്നെ ഈജിപ്തിൽ
ഈ ഒരു ഒത്തുചേരലിന്റെ പ്രാധാന്യം എന്താണ്? ഇതിനകത്ത് ഒരു പ്രാധാന്യമില്ല. ഈ പ്രാധാന്യം ഒന്നേ ഉള്ളൂ, ട്രംപിന് ക്രെഡിറ്റ് കൊടുക്കുക. എനിക്ക് വേണം ക്രെഡിറ്റ്. അത് ആ ക്രെഡിറ്റ് എടുക്കാനാണ് ട്രംപ് വന്നിരിക്കുന്നത്. ട്രംപ് ഇങ്ങനെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ കരുതിക്കൂട്ടി ചിന്തിക്കുന്ന കണക്ക് ഇത്രമാത്രം ചിന്തിക്കുന്ന വ്യക്തിയൊന്നുമല്ല. ട്രംപിന് അപ്പം എന്തൊക്കെയാണോ ലൈം ലൈറ്റിൽ നിൽക്കാനുള്ള കാര്യങ്ങൾ കിട്ടേണ്ടത് ആ രീതിയിൽ ഒരു പ്യൂർ പൊളിറ്റീഷ്യൻ ആയിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ പൊളിറ്റീഷ്യൻ മാത്രമല്ല, ഗാസയിലെ അപ്കമിംഗ് പ്ലാൻ. അപ്പൊ ഈ ഗാസയിലെ അപ്കമിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ റിയൽ എസ്റ്റേറ്റ് പ്ലാൻ ആണ്, ടോണി ബ്ലെയറിന്റെ റിയൽ എസ്റ്റേറ്റ് പ്ലാൻ. അത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിന് വഴിയൊരുക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും അറബ് രാജ്യങ്ങൾ, അതിനാണ് അവിടെ വന്നിരിക്കുന്നത്. ഓൾറെഡി തന്നെ ട്രംപിന് അറബ് രാജ്യങ്ങളുടെ സപ്പോർട്ട് എല്ലാം തന്നെ കിട്ടിക്കഴിഞ്ഞു. ഇസ്രായേൽ വെടിനിർത്തിയല്ലോ ഒരു 4-5 ദിവസങ്ങൾക്ക് മുമ്പ്. ആ വെടിനിർത്തി ട്രൂപ്പ് വിഡ്രോവൽ ചെയ്ത ആ മൊമെന്റ് മുതൽ അറബ് രാജ്യങ്ങളെല്ലാം ട്രംപിന് സപ്പോർട്ടാണ്. അതിനൊരു മീറ്റിംഗ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈജിപ്തിൽ ഇപ്പോൾ പോയിട്ട് നടത്താൻ പോകുന്ന ഈ ഒരു സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ ഇടഞ്ഞു നിൽപ്പുണ്ട്. അതായത് ഇനി ഗാസയുടെ റിവേരിയ പ്ലാൻ അവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പലർക്കും പല വിഹിതം കൊടുക്കേണ്ടതുണ്ട്. ഫ്രാൻസിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അവിടെ കൊടുക്കണം, തുർക്കിയുടേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവർക്കും കുറച്ച് തരാം, എല്ലാവർക്കും കുറച്ചൊക്കെ അതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ ബിസിനസ് ചെയ്യാനുള്ള അവസരങ്ങൾ തരാം. ഇതെല്ലാം ഈ കച്ചവട താല്പര്യം, അത് തന്നെയാണ് സംഭവം. ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. പാകിസ്ഥാനെ മെയിനായിട്ട് സെക്യൂരിറ്റി ജോബിന് വേണ്ടിയിട്ട് ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രംപ് ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം, ശരി, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും നിലവിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ, ഇതൊക്കെ ചില കോംപ്ലിക്കേറ്റഡ് തിങ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനെ വിചാരിച്ചതുപോലെ ട്രംപിന് ഗാസയ്ക്കുള്ളിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യചിഹ്നമാണ്. കാരണം സൗദിയും പാകിസ്ഥാനും ഒരു ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. സൗദിയെ ഗാസയിലേക്ക് ഒരു സെക്യൂരിറ്റി വിങ്ങിലേക്ക് സപ്പോർട്ടീവായിട്ട് വരണം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ പാകിസ്ഥാനിലുള്ള ആൾക്കാരായിരിക്കും വിളിച്ച് ഇങ്ങോട്ട് വരുത്തുക. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിന്റെ പിന്നാമ്പുറ ചർച്ചകളാണ്. കാരണം പാകിസ്ഥാനും ഈ ഗാസ പീസ് സബ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി നടന്ന സമയത്ത് ഈ അറബ് രാജ്യങ്ങൾക്കൊപ്പം ഖത്താർ അമീർ, തുർക്കി തായബ് എർദഗൻ, പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷാബാസ് ഷെരീഫ്, അസീം മുനീർ, ഇവരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇവരെല്ലാം ഈ മീറ്റിംഗിൽ പങ്കെടുത്ത ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ അവരുടെയും ഇൻവോൾവ്മെന്റ് ട്രംപ് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ചീപ്പ് ആൻഡ് ബെസ്റ്റ്, ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ അവർക്ക് സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ കഴിയും. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഗാസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈജിപ്തിലെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ട് എനിക്ക് തരാൻ കഴിയും. അവിടെ വേറെ ഒന്നുമില്ല, അവർ സ്റ്റേജിൽ ട്രംപ് ആയിരിക്കും ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ പോകുന്നത്. ട്രംപിനെ പുകഴ്ത്തി മറ്റുള്ളവരൊക്കെ സംസാരിക്കും. പ്രസിഡന്റ് ഓഫ് പീസ് എന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയിരിക്കുന്നത്. അപ്പോൾ അത് നടക്കട്ടെ. അത് നടന്നതിന് ശേഷം ആ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ട്രംപ് ക്രെഡിറ്റ് എടുക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് പറഞ്ഞാൽ, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇന്നലെ തന്നെ അറബ് രാജ്യങ്ങൾ ഖത്തറും സൗദി അറേബ്യയും ഇടപെട്ടിട്ട് അഫ്ഗാനിസ്ഥാൻ നിങ്ങൾ ഇനി അങ്ങോട്ട് അഗ്രസീവായിട്ട് പെരുമാറണ്ട, പാകിസ്ഥാനെ ഞങ്ങൾ പറഞ്ഞു നിർത്തിക്കോളാം എന്ന് പറഞ്ഞതിന് ശേഷം അഫ്ഗാനിസ്ഥാൻ അവരൊരു തീരുമാനമെടുത്ത് മാറി നിന്നു. അങ്ങനെ മാറി നിന്ന് അവർ പിടിച്ചു വെച്ചിരുന്ന സ്ഥലമൊക്കെ റിലീസ് ചെയ്ത് അവരുടെ സോൾജേഴ്സിനെയൊക്കെ പിൻവലിച്ച് അവർ കാര്യങ്ങളൊക്കെ നേരെ ചൊവ്വയാക്കിയിട്ട് അവർ പോയി. അതിനുശേഷം പാകിസ്ഥാൻ വിജയാഘോഷം നടത്തി. ഞങ്ങൾ 200 അഫ്ഗാനികളെ കൊലപ്പെടുത്തി എന്നൊക്കെ പാകിസ്ഥാൻ ബ്ലണ്ട് സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വെക്കുന്ന വീഡിയോ കണ്ടോളൂ, പാകിസ്ഥാന്റെ സോൾജേഴ്സ്, കൊല്ലപ്പെട്ട സോൾജേഴ്സിന്റെ ശരീരങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന രംഗമാണ് വീഡിയോ ആയിട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ബോർഡർ ഏരിയയിൽ 58 പാക് പട്ടാളക്കാരെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന താലിബാനികൾ വധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫുട്ടേജസ് ഒക്കെ കിടപ്പുണ്ട് ഇവിടെ. പക്ഷെ പാകിസ്ഥാന്റെ 200 പേരുടെ ഫോട്ടോ ഇവിടെ ഇല്ല. ഇതാണ് തള്ള്. നല്ല രീതിയിൽ നല്ല പൊതിഞ്ഞ് ഇങ്ങനെ തള്ളുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ എപ്പോഴും അങ്ങനെയാണ്. ഇങ്ങനെ അഫ്ഗാനിസ്ഥാൻ നിർത്താമെന്ന് പറഞ്ഞ് പിന്നോട്ട് പോയതിനു ശേഷം പാകിസ്ഥാൻ വിജയാഘോഷം നടത്തി അവരുടെ പതാകയൊക്കെ കൊണ്ടുവന്ന് പറപ്പിച്ച് സല്യൂട്ടൊക്കെ അടിച്ച് പോയതിനു ശേഷം ഇപ്പൊ വീണ്ടും ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുകയാണ്, അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഞാൻ വരുന്നുണ്ട്, ഡീലാക്കണം. എന്ത്? പീസ് ഡീൽ, സമാധാന ചർച്ച. 10ാമത്തെ യുദ്ധം നിർത്തുന്ന ക്രെഡിറ്റ് ട്രംപിന് ഇപ്പോൾ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പാകിസ്ഥാനോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ജസ്റ്റ് അഫ്ഗാനിസ്ഥാനെതിരെ ഒരു ഭീഷണി കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാൻ ഇപ്പം ഭീഷണി കൊടുക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ് അറബ് രാജ്യങ്ങൾ വിചാരിച്ചാൽ യുദ്ധം നിർത്താൻ പറ്റുക? ഞാനല്ലേ യുദ്ധം നിർത്തേണ്ട ആള്. അപ്പൊ അങ്ങനെ ആ ഡിക്റ്റേറ്റർഷിപ്പ് കയ്യിലെടുത്തുകൊണ്ട് ട്രംപ് ഇറങ്ങിയിരിക്കുകയാണ്. പാകിസ്ഥാൻ ഇപ്പൊ അഫ്ഗാനിസ്ഥാനിന് ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ ആണെങ്കിൽ പെട്ടിരിക്കുകയാണ്. അവന്മാര് തന്നെ അടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അഫ്ഗാനിസ്ഥാൻ ഒതുങ്ങി ഒരു സൈഡിൽ പോയ സമയത്ത് വീണ്ടും പോയി അങ്ങ് വിളിക്കുകയാണ് അടിക്കാൻ വരാൻ വേണ്ടിയിട്ട്. ഇതാണ് ട്രംപിന്റെ ആറ്റിറ്റ്യൂഡും ട്രംപിന്റെ ക്യാരക്ടറാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില ട്രംപ് പ്രേമികൾക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഫാക്റ്റാണ്. അഫ്ഗാനിസ്ഥാന് ചെറിയൊരു തോന്നലുണ്ട്. അതായത് ട്രംപ് ഇപ്പൊ ഇതിനകത്ത് ഇടപെടുന്നുവെങ്കിൽ ബഗ്രാം ബേസ് ഓൾറെഡി ചോദിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ പാകിസ്ഥാനെ വീണ്ടും അഫ്ഗാനിസ്ഥാനെതിരെ ഇളക്കി വിടാനുള്ള സാധ്യതയുണ്ട്. അത് അഫ്ഗാനിസ്ഥാൻ ഒന്നുകൂടെ ഇരുത്തി ചിന്തിക്കുന്നുണ്ട് ഇതിങ്ങനെ സംഭവിക്കുമോ എന്നുള്ളത്. പക്ഷേ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഓപ്പൺ സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം റഡാർ മാപ്പിംഗ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും കൂടുതൽ ആക്രമണം പാകിസ്ഥാനുള്ളിൽ നടത്തിയിരിക്കുന്നത്. അപ്പം എന്തായാലും ലോസ് എന്ന് പറയുന്നത് പാകിസ്ഥാന് തന്നെയാണ്. ഇനി നമ്മൾ ചെറുതായിട്ട് ഈ 2 വർഷത്തെ ഒരു കാൽക്കുലേഷൻ എടുത്ത് നോക്കാം. ഏതാണ് ഈ 2024, 2025 ഈ 2 വർഷവും പാകിസ്ഥാനിൽ നടന്നിരിക്കുന്ന തീവ്രവാദ ആക്രമണങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ചില്ലറയില്ല. 2024 മാത്രം
14,535 തീവ്രവാദ ആക്രമണങ്ങൾ 2024 മാത്രം 14,535. നമ്മളൊന്ന് ആലോചിച്ചു. അതുപോലെ 2025 സോഫാർ 10,115 10,115 തീവ്രവാദ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് പാകിസ്ഥാനുള്ളിൽ. ഇപ്പം ഇതിൽ രണ്ടിലും ഉണ്ടാകുന്ന നഷ്ടങ്ങളുടെ കണക്ക് എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ 2024 1700 മിലിറ്ററി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 1700 മിലിറ്ററി ഉദ്യോഗസ്ഥർ. അതേപോലെ 2025 സോഫാർ 970 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. 970 പേര്. ഒന്ന് ആലോചിച്ച് നോക്കും. ഇതാണ് പാകിസ്ഥാന്റെ അവസ്ഥ. ഈ അവസ്ഥയിൽ നിൽക്കുന്ന പാകിസ്ഥാൻ ഒരു പോർഷൻ BLAയുടെ സൈഡിൽ നിന്നും ഒരു മേജർ ആയിട്ടുള്ള മറ്റൊരു പോർഷൻ വന്നിരിക്കുന്നത് TTP തെഹ്രീക്ക് താലിബാന്റെ സൈഡിൽ നിന്നുമാണ്. അപ്പോൾ ഈ തെഹ്രീക്ക് താലിബാനെ പ്രോത്സാഹിപ്പിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ആണ് എന്നുള്ള തിരിച്ചറിവും ആ ബോധ്യത്തിലാണ് പാകിസ്ഥാൻ എന്നാൽ പിന്നെ ഒരു ആക്രമണം നമുക്ക് അഫ്ഗാനിസ്ഥാന്റെ മേളിൽ അങ്ങ് നടത്തിയേക്കാം എന്ന് വിചാരിച്ചത്. തീവ്രവാദ ആക്രമണം, ഇന്ത്യക്കുള്ളിൽ തീവ്രവാദ ആക്രമണം നടത്തിയപ്പോൾ ഇന്ത്യ എയർ സ്ട്രൈക്ക് ആണല്ലോ നടത്തിയത് പാകിസ്ഥാന്റെ ഉള്ളിൽ. അപ്പോൾ അതേപോലെ ഞങ്ങളും ഇന്ത്യയെ പോലെയാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് പോയി അടിക്കാൻ പോയത്. പക്ഷെ തിരിച്ച് കിട്ടിയതൊന്ന് ആലോചിച്ച് നോക്കൂ. തിരിച്ച് കിട്ടിയതിൽ കിട്ടിയ നാണക്കേട് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ആർമി, ലോകത്തിലെ 8ാമത്തെ ആർമി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന, വീം വിളക്കിക്കൊണ്ടിരിക്കുന്ന, മിനിറ്റിന് ആണവായതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പാകിസ്ഥാന് കിട്ടിയ നാണക്കേട് ചെറുതല്ല. ജസ്റ്റ് കാബൂളിൽ ചെന്ന് ഒരു 6 ലൊക്കേഷനിൽ ബോംബിട്ട ഓർമ്മയേ ഉള്ളൂ പാകിസ്ഥാന്. പിന്നീട് അന്ന് രാത്രി പാകിസ്ഥാന് തിരിച്ചു കിട്ടിയത് വമ്പൻ ആക്രമണമാണ്, ഇരട്ടിയുടെ ഇരട്ടി ആക്രമണം. ആ രീതിയിലാണ് ശരിക്കും അഫ്ഗാനിസ്ഥാന്റെ താലിബാനികൾ വന്ന് കയറി അങ്ങ് നിരങ്ങിട്ട് പോയി. കയറി നിരങ്ങി തന്നെ പറയേണ്ടി വരും. കാരണം ആ രീതിയിൽ ഡാൻസ് കളിച്ചിട്ടാണ് പോയത് അവർ. ഇതിൽ പരം അപമാനകരമുണ്ടോ പാകിസ്ഥാൻ? അസീം മുനീർ എന്ന് പറഞ്ഞാൽ രാജിവെക്കണം. അവിടെ ഓൾറെഡി തന്നെ പാകിസ്ഥാന്റെ ഉള്ളിൽ പൊളിറ്റീഷ്യൻസ് ഇവർ ഓൾറെഡി അമേരിക്കൻ സപ്പോർട്ടറായിട്ട് മാറിയിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് എതിരാണ് പാകിസ്ഥാനിലെ ജനങ്ങൾ. കാരണം അവരുടെ ഐഡിയോളജി എങ്ങനെയാണ്, ഫണ്ടമെന്റലിസം അങ്ങനെയാണ്. അപ്പം അങ്ങനെ അമേരിക്കയ്ക്ക് എതിരെ നിൽക്കുന്ന, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് ഗാസയിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയ്ക്ക് എതിരാണ് പാകിസ്ഥാനിലെ ജനങ്ങൾ, മുസ്ലിംസ്. അങ്ങനെ ഡെസ്പറേറ്റ്ലി പോയി ഒരു ആക്രമണം നടത്തിയതാണ് അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ. പക്ഷെ അതിന്റെ തിരിച്ചടി വളരെ വലുതായിരുന്നു. എന്നിട്ട് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും കാരണം ഇന്ത്യ എന്നാണ് പറയുന്നത്. അതായത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചാലും ഇന്ത്യയാണ് കാരണം. ഇനിയിപ്പോൾ ഞാൻ ഇന്ത്യ കാരണമായിട്ടുള്ള ഒരു കാര്യം കൂടി പറയാം. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യയാണോ കാരണം, ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. TLP എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്, പാകിസ്ഥാന്റെ ഉള്ളിലാണ്. തെഹ്രീക്ക് ലബൈക്ക് എന്നാണ് ഈ പാർട്ടിയുടെ പേര്. അപ്പോൾ ഈ TLP പാർട്ടി കഴിഞ്ഞ ഒരു 5-6 ദിവസം കൊണ്ട് പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഖൈബർ പഖ്തൂൺഖ മേഖലയിലും അതേപോലെ ഇസ്ലാമാബാദിലൊക്കെ ചേർത്ത് പിടിച്ച് പ്രൊട്ടസ്റ്റ് നടത്തുകയാണ്, പ്രതിഷേധം നടത്തുകയാണ്. ഈ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ പല സാഹചര്യങ്ങളിലും പോലീസുകാരെ ആക്രമിക്കുക, പട്ടാളക്കാരെ ആക്രമിക്കുക, ഇതന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ലോക്കൽ പോലീസ്, ഒരുപാട് ലോക്കൽ പോലീസിൽപ്പെട്ട ആൾക്കാരെ പട്ടാളക്കാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ലോക്കൽ പോലീസ് ഈ TLP പാർട്ടി പ്രവർത്തകരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ആരോപണം. അപ്പം അങ്ങനെ ഈ അറസ്റ്റ് ചെയ്ത പോലീസുകാരെ ചോദ്യം ചെയ്തപ്പോഴത്തേക്കും പോലീസുകാർ പറഞ്ഞത്, ഞങ്ങൾ നാട്ടുമ്പുറത്താണ് ഈ പോലീസ് സ്റ്റേഷൻ ഉള്ളത്, നാട്ടുകാരെ സപ്പോർട്ട് ചെയ്തേ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റും. കാരണം നാട്ടുകാരെ എതിർത്തുകൊണ്ട് പിന്നീട് ഞങ്ങൾക്ക് ആ പോലീസ് സ്റ്റേഷനിൽ പണിയെടുക്കാൻ കഴിയില്ല. മിലിറ്ററി അവിടെ 24 മണിക്കൂർ വന്നിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ഏർപ്പാടല്ല ഉള്ളത്. മിലിറ്ററിയെ തന്നെ രക്ഷിക്കാൻ കഴിയുന്നില്ല. ആ രീതിയിലുള്ള തീവ്രവാദ ആക്രമണങ്ങളാണ് പാകിസ്ഥാനുള്ളിൽ നടക്കുന്നത്. അപ്പോൾ സാർജി, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ വളരെ വലുതാണ്, ഞങ്ങൾക്ക് കുടുംബവും മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നാട്ടുകാർക്കൊപ്പം നിൽക്കാനേ പറ്റുള്ളൂ എന്നാണ് പോലീസ് ഈ പിടിയിലായ പോലീസുകാരെല്ലാം പറയുന്നത്. അവരാണ് ഈ TLP പാർട്ടി. ഇതിൽ പലരും ഈ TLP പാർട്ടിയിലെ മെമ്പറും ആയിരിക്കും, നാട്ടുകാരല്ലേ. നമ്മൾ ഒരു നാട്ടിൽ വിവിധ പൊളിറ്റിക്കൽ പാർട്ടിയിൽ അംഗത്വമുള്ള ആൾക്കാരുണ്ടാവില്ലേ, ആ സെയിം സെനാറിയോ. അപ്പം അങ്ങനെ പോലീസ് TLP ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതാണ് അവസ്ഥ. അപ്പം അങ്ങനെയാണ് പാകിസ്ഥാൻ ഇന്നലെ വൈകുന്നേരം 144 പ്രഖ്യാപിച്ചത്. ഇന്നലെ നമ്മൾ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് 144. പക്ഷേ 144 ഒന്നും അവിടെ ഒരു എഫക്റ്റും ഇല്ല എന്നുള്ളതാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ 144 ജനങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഫോളോ ചെയ്യുന്നത് പോലീസാണ്. ഈ പോലീസ് തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത്. ഇതാണ് സാഹചര്യം. എന്നിട്ട് ഇതിനും ഈ ലോക്കൽ പൊളിറ്റിക്സിനും ഇതിനെല്ലാം കാരണം, അതായത് ഈ TLP പാർട്ടിയെ വരെ ഇന്ത്യ നിയന്ത്രിക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. മനസ്സിലായോ? ഇങ്ങനെയാണ് ഇന്ത്യ കാര്യങ്ങളൊക്കെ പാകിസ്ഥാൻ്റെ ഉള്ളിൽ നിയന്ത്രിക്കുന്നത്. എന്ത് പൊട്ടന്മാരാണെന്ന്. അപ്പൊ ഇതിനകത്ത് ഈ പ്രതിഷേധം ആളിക്കെത്താനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ സാദ് ഹുസൈൻ റാവീസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ഈ വ്യക്തിയാണ് ഈ TLP പാർട്ടിയുടെ നേതാവ്. ഈ നേതാവിന് വെടിയേറ്റിട്ടുണ്ട്. ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ഈ ഗുരുതരമായി പരിക്കേറ്റ ഈ ഒരു വ്യക്തി ഇപ്പം ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതോടുകൂടി പ്രതിഷേധത്തിന്റെ എഫക്റ്റീവ്നെസ് കുറച്ചുകൂടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കനത്ത പ്രതിഷേധമാണ്. ഇപ്പം ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അതുപോലെ മഡഗാസ്കറിൽ ജൻസി പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ പ്രൊട്ടസ്റ്റ്, ഇതൊക്കെ ബംഗ്ലാദേശും നേപ്പാളൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനത്തെ പ്രതിഷേധങ്ങളൊക്കെ രൂപപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഭരണകക്ഷി എന്താണ്, ഇപ്പോൾ ഭരിക്കുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആർമിക്ക് ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. ആരാണോ ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നത് അവർക്കെതിരെ വെടിവെക്കാൻ പറഞ്ഞിട്ടുണ്ട് ആർമിയുടെ അടുത്ത്. പക്ഷെ ആർമി കേൾക്കുന്നില്ല. ആർമി ഇപ്പോൾ ഗവൺമെന്റിനെ എതിർത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഗവൺമെന്റിന് ഇപ്പം
സ്റ്റെപ്പ് ഡൗൺ ചെയ്യേണ്ട സാഹചര്യമാണ് മഡഗാസ്കറിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് ഒരു 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 രണ്ടാഴ്ച കൊണ്ട് ഇപ്പോൾ ഇത് ചെറുതായിട്ട് പുകഞ്ഞ് നടന്നുകൊണ്ടിരുന്നതാണ്. ഇത് ഇന്ന് വളരെ ഭീകരമായ രീതിയിൽ ഇത് ആളിക്കത്തുകയാണ് ഈ പ്രതിഷേധം. അങ്ങനെയാണ് ഇപ്പം മഡഗാസ്കറിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. അതുപോലെ ചൈനയും അമേരിക്കയും തമ്മിൽ റെയർ എർത്ത് എലമെന്റ്സും 100% താരിഫും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കോൾഡ് ഫേസ് ഓഫ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നലെ വരെ ട്രംപ് ഭയങ്കരമായിട്ട് ചൈനയ്ക്കെതിരെയുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ നേരം വെളുത്തോടനെ ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ എഴുതുന്ന ഒരു ലേഡി ഉണ്ട്. അവരെ വിളിച്ച് ഇന്ന് എന്താണ് പോസിറ്റീവായിട്ട് പോസ്റ്റ് ചെയ്യണോ നെഗറ്റീവായിട്ട് പോസ്റ്റ് ചെയ്യണോ? അപ്പോൾ പുള്ളിക്കാരത്തി പറയാണ്, ഇന്ന് നമുക്ക് വേണമെങ്കിൽ പോസിറ്റീവായിട്ട് പോസ്റ്റ് ചെയ്യാം സാർ. അപ്പോൾ എന്നാൽ പിന്നെ ചൈനയ്ക്ക് വേണ്ടിയിട്ട് ഒരു പോസിറ്റീവായിട്ട് ഒരു നോട്ടം ഇട്ടേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചൈനയ്ക്ക് വേണ്ടിയിട്ട് പോസിറ്റീവായിട്ട്, സാർ ഈ ലൈൻ മതിയോ? അവർ 3 ലൈൻ എഴുതിയിട്ടുണ്ട്. എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഓക്കെ, ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് സാർ. ഓക്കെ, വെരി ഗുഡ്, ഇതങ്ങ് പോസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ ഇന്ന് നേരം വെളുത്തോടനെ ചൈനയ്ക്ക് പോസിറ്റീവ്. അങ്ങനെയാണ്. ചൈന ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഷീ ജിൻപിങ് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. വൈകാതെ ഞങ്ങൾ രണ്ടുപേരും കൂടിക്കാഴ്ച നടത്തും, പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ പരിഹരിക്കും, ഒന്നും പേടിക്കേണ്ട, ഡോണ്ട് വറി എന്നൊക്കെയാണ് എഴുതി ചൈനയ്ക്ക് വേണ്ടിയിട്ട് ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയ എഴുതിയിട്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 2 ദിവസത്തിന് മുമ്പ് ഒരു തീരുമാനം, ഇപ്പോൾ വേറൊരു തീരുമാനം. എന്തെങ്കിലും സംഭവിച്ചോ? ചൈനയ്ക്കും അമേരിക്കയ്ക്കും തമ്മിൽ എന്തെങ്കിലും ഡിപ്ലോമാറ്റിക് ടോക്ക് വല്ലതും നടന്നോ? ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരേ ഒരു വിഷയം മാത്രം സംഭവിച്ചിട്ടുണ്ട്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞിട്ടുണ്ട്. ആ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുന്നതിന് മുമ്പേ ട്രംപിന്റെ കുടുംബക്കാർ മൊത്തം ഇൻവോൾവ് ആയിരിക്കുന്ന ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിൽ ട്രംപ് ചൈനയ്ക്ക് താരിഫ് പ്രഖ്യാപിക്കുന്നതിന് അരമണിക്കൂറിന് മുമ്പ് തന്നെ അവരെല്ലാം തന്നെ അതിൽ നിന്ന് പുൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്രിപ്റ്റോ കറൻസിയിൽ നിന്ന് ട്രംപിന്റെ കുടുംബക്കാരെല്ലാം പുൾ ഔട്ട് ആയിരിക്കുകയാണ്. അവരത് വിറ്റ് മാറ്റിയിട്ടുണ്ട്. അതിൽ നിന്ന് എക്സിറ്റ് അടിച്ച് പുറത്ത് വന്നിട്ട് ഈ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ട്രംപ് ചൈനയ്ക്ക് മേളിൽ താരിഫ് ഇടുന്നത്. അപ്പം ടോട്ടലി എല്ലാം കൊളാപ്സ് ആവുകയാണ്. ട്രേഡ് ടോട്ടലി സ്റ്റോക്ക് മാർക്കറ്റെല്ലാം ഡൗൺഫോൾ ആവുകയാണ്. S&P ഒക്കെ കൂപ്പുകുത്തുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ചൈനയുമായിട്ട് ഞാൻ നല്ല റിലേഷൻഷിപ്പിലേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് സ്ഥിരമായിട്ട് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റും ക്രിപ്റ്റോ ട്രേഡിങ്ങും എല്ലാമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിന് വൻ ലാഭം ഉണ്ടാക്കുന്ന പരിപാടിയാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനൊരു സംഗതിയുണ്ട്. ഇത് പല അനലിസ്റ്റുകളും ഇത് വിലയിരുത്തുന്നുണ്ട്. അല്ലെങ്കിൽ 2 ദിവസത്തിന് മുമ്പ് ചൈനയെ എതിർക്കുക, പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ചൈനയ്ക്ക് പോസിറ്റീവായിട്ട് മെസ്സേജ് ഇടുക. ഇതിൽ നിന്നൊക്കെ ഒരു പ്രസിഡന്റിന്റെ നോർമൽസി, അയാൾ നോർമൽ മൈൻഡിലാണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അയാൾ നോർമലാണ്, അയാൾ വളരെ വിദഗ്ധനാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ വേരിയേഷൻ ഉണ്ടാക്കാനും സ്റ്റോക്കുകൾ വിറ്റുകൂട്ടാനും അതേപോലെ കുറഞ്ഞ വിലയ്ക്ക് വരുമ്പോഴത്തേക്ക് അത് വീണ്ടും പർച്ചേസ് ചെയ്യാനുള്ള അടവാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിവേ, ഇപ്പോൾ ചൈനയും അമേരിക്കയും തമ്മിൽ ഇതാണ് അവസ്ഥ. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും കുറേ സമഗ്രമായ വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഡെവലപ്മെന്റ്സുമായിട്ട് ഈജിപ്തിന്റെ മീറ്റിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം അടുത്ത വാർത്തയുമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.